കോതമംഗലം കുട്ടമ്പുഴയിൽ വനത്തിൽ കാണാതായ 3 സ്ത്രീകൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുകയാണ്. ഡാർലി സ്റ്റീഫൻ, മായ ജയൻ, പാറക്കുട്ടി കുഞ്ഞുമോൻ എന്നിവരെയാണ് ഇന്നലെ വൈകുന്നേരം മുതൽ കാണാതായത്. പോലീസും അഗ്നിരക്ഷാസേനയും വനംവകുപ്പും നാട്ടുകാരും സംയുക്തമായാണ് തെരച്ചിൽ നടത്തുന്നത്. വിവരങ്ങളുമായി സാലി മുഹമ്മദ് ചേരുകയാണ്. സാലി, ഏകദേശം 11-12 മണിക്കൂറുകളാകുന്നു അവരെ കാണാതായിട്ട്. ഈ നിമിഷവും തെരച്ചിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ഇപ്പോൾ തെരച്ചിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? ഈ തെരച്ചിലിനുള്ള വെല്ലുവിളി എന്താണ്? മനു, ഇപ്പൊ 13-ാം മണിക്കൂറിലേക്ക് കടക്കുന്നു. ഇപ്പോഴും തെരച്ചിൽ പുരോഗമിക്കുകയാണ്. ഇന്നലെ രാത്രി മുഴുവൻ തെരച്ചിൽ നടത്തി. വിവിധ സംഘങ്ങളായി വനം വകുപ്പും പോലീസും നാട്ടുകാരും വനമേഖലയിൽ വ്യാപകമായി തിരച്ചിൽ നടത്തിയിരുന്നു. പക്ഷെ പ്രതിസന്ധി വെളിച്ചക്കുറവ് തന്നെയാണ്. പിന്നെ ഇത് വലിയ കാട്ടാനക്കൂട്ടവും ഒക്കെയുള്ള വലിയ പ്രദേശങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ തിരച്ചിലിന് അതൊരു തടസ്സം ആയിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഇന്ന് പകലും തെരച്ചിൽ തുടരും. പകൽ തന്നെ ഇവരെ കണ്ടെത്താൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. ഇന്നലെ മിനിയാന്നാണ്, ബുധനാഴ്ചയാണ് ഇവരുടെ പശുവിനെ വനത്തിൽ മേഖലയിൽ വെച്ച് കാണാതാവുന്നത്. ഇവർ വനമേഖലയോട് ചേർന്ന് താമസിക്കുന്നവരാണ്. അപ്പോൾ ഇവർ പശുവിനെ അന്വേഷിച്ച് ഇന്നലെ ഉച്ചയോടെ മൂവരും വനത്തിലേക്ക് പോവുകയായിരുന്നു. വൈകിട്ട് 5 മണിവരെ ഇവരെ ഫോണിൽ കിട്ടി. പക്ഷെ അവരപ്പോ വഴിതെറ്റി പോയി എന്ന വിവരമാണ് ബന്ധുക്കളോട് പറഞ്ഞത്. മാത്രമല്ല, ഞങ്ങൾ പാറക്കെട്ടിൽ വിശ്രമിക്കുകയാണ്, വഴിതെറ്റി പോയിട്ടുണ്ട്, ഉടനെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആകും എന്നറിയിച്ചു. അപ്പോൾ തന്നെ നാട്ടുകാരും പോലീസും ഫയർഫോഴ്സും ഒക്കെ ചേർന്ന് തിരച്ചിലിനുള്ള ശ്രമം ആരംഭിച്ചു. അങ്ങനെ തെരച്ചിൽ ആരംഭിക്കുകയും ചെയ്തു. ഇതൊരു കോതമംഗലം കുട്ടമ്പുഴ വനമേഖലയ്ക്ക് സമീപമുള്ള അട്ടിക്കളം എന്ന് പറയുന്ന സ്ഥലമാണിത്. അവിടെ കാട്ടാന ഉൾപ്പെടെ ഒട്ടേറെ വന്യമൃഗങ്ങളുള്ള പ്രദേശമാണ്. അത് തന്നെയാണ് ഇതിന്റെ ഒരു പ്രതിസന്ധി. അതുകൊണ്ട് രാത്രി മുഴുവൻ തിരച്ചിൽ നടത്തി. പക്ഷേ അവരെ കണ്ടെത്താനായില്ല. തെർമൽ ക്യാമറ ഉപയോഗിച്ചുള്ള പരിശോധന അവരെ വനം വകുപ്പ് നടത്തുന്നുണ്ട്. അങ്ങനെയുണ്ടെങ്കിൽ മനുഷ്യരാരെങ്കിലും മൃഗങ്ങൾ ഏതെങ്കിലും ആ പ്രദേശത്തുണ്ടെങ്കിൽ കണ്ടെത്താൻ കഴിയും. അങ്ങനെ തെർമൽ ക്യാമറ ഉപയോഗിച്ച് ഇരുട്ടിലും തിരിച്ചറിയാൻ കഴിയുന്ന തരത്തിലുള്ള ക്യാമറകൾ ഉപയോഗിച്ചുള്ള പരിശോധന തുടരുന്നു എന്നാണ് മലയാറ്റൂർ DFO പറഞ്ഞത്. ഏതായാലും പരിശോധന ഇപ്പോഴും തുടരുകയാണ്. വെളിച്ചക്കുറവൊക്കെയാണ് രാത്രി ഉണ്ടായിരുന്ന പ്രശ്നം. 6 സംഘങ്ങളാണ് ആദ്യം വനത്തിലേക്ക് തെരച്ചിലിനായി പോയത്. അതിൽ 4 സംഘങ്ങൾ മടങ്ങിയെത്തി രാത്രി തന്നെ. ഇപ്പോ വീണ്ടും പുതിയ സംഘങ്ങൾ. അതായത് ഇനിയിപ്പോൾ പകൽ കൂടുതൽ ഉദ്യോഗസ്ഥർ തെരച്ചിലിന്റെ ഭാഗമാകുമോ? തീർച്ചയായിട്ടും നാട്ടുകാരും ഉദ്യോഗസ്ഥരും ആദിവാസി വാച്ചർമാരും വനം വകുപ്പിന്റെയും പോലീസിന്റെ ഉദ്യോഗസ്ഥർ അങ്ങനെ വലിയൊരു സംഘം തെരച്ചിലിനായി തയ്യാറെടുക്കുകയാണ്. വീണ്ടും ഇന്ന് കണ്ടെത്താൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. പക്ഷേ ഈ ആനക്കൂട്ടത്തെ കണ്ടു എന്ന് ഇവര് ബന്ധുക്കളെ ഫോൺ വിളിച്ചപ്പോ പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഞങ്ങളൊരു പാറക്കൂട്ടത്ത് വിശ്രമിക്കുകയാണ്, ഫോൺ ഓഫ് ആവും ഉടൻ എന്ന് പറഞ്ഞതിന് പിന്നാലെ ഫോൺ ഓഫ് ആവുകയും ചെയ്തു. അപ്പൊ ഫോൺ ഓഫ് ആയതിന് തൊട്ടു മുമ്പുള്ള ലൊക്കേഷൻ കണ്ടെത്തിയിട്ടുണ്ട്. ആ ലൊക്കേഷനിലേക്ക് ഇന്നലെ രാത്രി പോകാൻ ശ്രമിച്ചെങ്കിലും അവിടേക്ക് എത്താൻ കഴിഞ്ഞില്ല. ഉൾവനമാണോ ആ ലൊക്കേഷൻ? ഏതാണ്ട് ഉൾവനത്തിലാണ്. വനത്തിന്റെ ഏറെ ഉള്ളിലല്ല, വനമേഖല തന്നെയാണ്. പക്ഷെ ജനവാസം മേഖലയിൽ നിന്ന് കുറെ അകലെയാണ്. അതൊരു പ്രതിസന്ധി തന്നെയാണ്. ഇവർക്ക് വനമേഖലയെ കുറിച്ച് ചിലർക്ക് ഇതിലുണ്ടായിരുന്ന പാറക്കുട്ടിക്ക് വനമേഖലയെ കുറിച്ച് ഏറെക്കുറെ പരിചയമുണ്ട്. കാരണം വനമേഖലയോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളാണ്. വനത്തിലൊക്കെ വിറക് ശേഖരിക്കാനും പശുവിനെ മേയ്ക്കാനും ഒക്കെ ഇടയ്ക്കൊക്കെ വനമേഖലയ്ക്കകത്തേക്ക് കയറി പോകുന്ന പരിചയമുണ്ട്. അതുകൊണ്ട് വഴിതെറ്റിപ്പോയാലും എങ്ങനെയെങ്കിലും തിരിച്ചെത്താം എത്തുമെന്നൊരു പ്രതീക്ഷയാണ് ബന്ധുക്കൾക്കുണ്ടായിരുന്നത്. പക്ഷേ 5 മണി 6 മണിയായിട്ടും യാതൊരു തരത്തിലും ഇവിടെ കണ്ടെത്താൻ കഴിയാതെ വന്നു. ഇവര് തിരിച്ചെത്താതെ വന്നതോടെയാണ് തെരച്ചിലിന് നാട്ടുകാർ ഇറങ്ങിയത്. പക്ഷേ രാത്രി വൈകിയും തെരച്ചിൽ തുടർന്നെങ്കിലും ഇവരിലേക്ക് എത്താൻ കഴിഞ്ഞില്ല. ഇവരെവിടെയോ വിശ്രമിക്കുന്നുണ്ട്. ഏതോ പാറക്കെട്ടിലോ ഏതെങ്കിലും മരത്തിനകത്തോ മരത്തിന്റെ പൊത്തിനുള്ളിലോ എവിടെയെങ്കിലും വിശ്രമിക്കുന്നുണ്ടാവും എന്ന് തന്നെയാണ് ബന്ധുക്കളൊക്കെ പറയുന്നത്. കാരണം പക്ഷെ അതിന് പ്രതിസന്ധി കാട്ടാന മാത്രമല്ല, മറ്റെല്ലാത്തരം വന്യമൃഗങ്ങളും ഉള്ള ഒരു ഘോര വനമാണ് ഈ പ്രദേശം. കുട്ടമ്പുഴ വനമേഖല ഏറ്റവും വലിയ ശല്യം കാട്ടാനയാണ്. ഈ വനമേഖലയോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ ജനവാസ മേഖലയിലും കാട്ടാന ഇറങ്ങുന്ന ഒരു മേഖലയാണിത്. അപ്പോൾ അതൊരു പ്രതിസന്ധിയാണ്. അപ്പോൾ ഉള്ളിലേക്ക് കൂടുതൽ ചെന്ന് പരിശോധന നടത്തിയാൽ മാത്രമേ അവർ സുരക്ഷിതമായിരിക്കുന്നു എന്ന് ഉറപ്പാക്കാൻ കഴിയൂ. സുരക്ഷിതമായിരിക്കുന്നു എന്ന് തന്നെയാണ് പ്രതീക്ഷ. കാരണം അവർക്ക് എവിടെയെങ്കിലും കയറിയിരിക്കാനോ ഒക്കെ ഇടം കിട്ടിയിട്ടുണ്ടാവും, അവരവിടെ ഇരിക്കുന്നുണ്ടാവും. കാരണം അവർക്ക് വനമേഖല അപരിചിതമല്ല, പരിചിതമായ ആളുകളൊക്കെ തന്നെയാണ്. പക്ഷെ അവരെ കണ്ടെത്തുക എന്നുള്ളതാണ് പ്രശ്നം. കണ്ടെത്തിയാൽ ഉടനെ റെസ്ക്യൂ ചെയ്ത് പുറത്തെത്തിച്ച്
അവർക്ക് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇന്നിപ്പോൾ പ്രാഥമിക ആദ്യം ഈ ഫോൺ ലൊക്കേഷൻ അവസാന നിമിഷം ഫോൺ ഓൺ ആയിരുന്ന ആ പാറക്കെട്ട് ലൊക്കേഷൻ കണ്ടെത്തിയിട്ടുണ്ടല്ലോ, അങ്ങോട്ടേക്കായിരിക്കുമല്ലേ ആദ്യം പോവുക? രാവിലെ തന്നെ അല്പസമയത്തിനകം തന്നെ വെളിച്ചം വീണാൽ ഉടൻ തന്നെ പോകും എന്നാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുന്നത്. ഒപ്പം നാട്ടുകാരും ഉണ്ട്, ഫോറസ്റ്റ് വാച്ചർമാരുണ്ട്. ഫോറസ്റ്റ് വാച്ചർമാരെ സംബന്ധിച്ചിടത്തോളം അവര് ഈ മേഖലയിൽ ജീവിക്കുന്നവരും ദൈനംദിനം ഈ വനമേഖലയിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ സഹായിക്കുന്നതിനായി വനമേഖലയിൽ സഞ്ചരിക്കുന്നവരും ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ കണ്ടെത്താൻ കഴിയും എന്നുള്ളതാണ് പ്രതീക്ഷ. ഇവര് മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയതാണ് പ്രതിസന്ധി. മൊബൈൽ ഫോൺ ഇന്നലെ വൈകിട്ട് 4-5 മണിയോടുകൂടി സ്വിച്ച് ഓഫ് ആയി. മായ എന്ന് പറയുന്ന കൂട്ടത്തിലുള്ള സ്ത്രീയുടെ ഭർത്താവിനെയാണ് ഫോണിൽ വിളിച്ചത്. മായയുടെ ഫോണിൽ നിന്നാണ് വിളിച്ചത്. പിന്നീട് ഒരു വിവരം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഇവർ വഴിതെറ്റി പോയിട്ടുണ്ടാകും എന്ന് വ്യക്തമാകുന്നത്. ഇവർ തന്നെ സൂചന നൽകിയിരുന്നു, ഞങ്ങൾക്ക് കാട്ടിൽ നിന്ന് പുറത്തേക്ക് തിരിച്ചു വരാനുള്ള ഒരു സ്ഥിതിയില്ല, അതൊരു പ്രതിസന്ധിയാണ്. അതുകൊണ്ട് എവിടെയാണ് നിൽക്കുന്നതെന്ന് വ്യക്തമാകുന്നില്ല. വ്യക്തമായാൽ ഞങ്ങൾക്ക് പുറത്തേക്ക് തിരിച്ചു വരാം എന്നാണ് അവർ പറഞ്ഞത്. പക്ഷെ രാത്രി അവർക്ക് പുറത്തേക്ക് എത്താൻ കഴിഞ്ഞില്ല. ഒരുപക്ഷെ അവർ ഈ വനത്തിന്റെ സ്വഭാവമൊക്കെ മനസ്സിലാക്കി ഏതെങ്കിലും സുരക്ഷിതമായ ഇടം പിടിച്ചിട്ടുണ്ടാവണം. രാവിലെ വെളിച്ചം വന്നതിന് ശേഷം പുറത്തേക്ക് നടക്കാം എന്ന് കരുതി എവിടെയെങ്കിലും വിശ്രമിക്കുകയാവും എന്ന് തന്നെയാണ് ഇവിടുത്തെ നാട്ടുകാരും ബന്ധുക്കളും ഒക്കെ പറയുന്നത്. അതുകൊണ്ട് ആശങ്കപ്പെടാനുള്ള ഒരു സാഹചര്യം ഇല്ല എന്ന് തന്നെ കരുതാം. പക്ഷെ പ്രതിസന്ധി, ഇതൊരു ഘോര വനമാണ്, എല്ലാത്തരം വന്യമൃഗങ്ങളും പ്രദേശമാണ് എന്നാണ് നാട്ടുകാർ പറയുന്നത്. സാലി, നമ്മൾ മനസ്സിലാക്കുന്ന അനുസരിച്ചാണെങ്കിൽ അവർക്ക് ഈ കാടിനെ കുറിച്ച് ഏകദേശം കാര്യങ്ങളൊക്കെ അറിയാം, ഒരു സ്വഭാവം അറിയാം. അപ്പോൾ സ്വാഭാവികമായും അതിനനുസരിച്ച് സുരക്ഷിതമായിരിക്കാനുള്ള ഒരു ഇടം അവർ കണ്ടെത്തിയേക്കും എന്ന പ്രതീക്ഷയാണ് ബന്ധുക്കളും ഉദ്യോഗസ്ഥരും ഒക്കെ പങ്കുവയ്ക്കുന്നത്, അല്ലേ? തീർച്ചയായും എവിടെയെങ്കിലും ഉണ്ടാവും, എവിടെയെങ്കിലും സുരക്ഷിതമായി ഇരിക്കുന്നുണ്ടാവും, അവിടെ നിന്ന് പുറത്തേക്ക് വരാൻ കഴിയും എന്ന് തന്നെയാണ് ബന്ധുക്കളും ഒക്കെ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും അത് നടക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. കാരണം അവർക്ക് ഈ വനമേഖലയും വനത്തോട് ചേർന്ന ജനവാസ മേഖലയോട് ചേർന്ന വനപ്രദേശമൊക്കെ നല്ല പരിചിതമായ ആളുകളാണ്. പ്രത്യേകിച്ച് അതിൽ ഒരാൾ ഇടയ്ക്ക് വനമേഖലയ്ക്കകത്തൊക്കെ പോയിട്ടുണ്ട്. അവര് കൂടി മുൻകൈ എടുത്താണ് ഈ പശുവിനെ തിരയാൻ വേണ്ടി പോയത്. അതിലും ബുധനാഴ്ചയാണ് പശുവിനെ കാണാതായതെങ്കിലും ഇന്നലെ പശു തിരികെ എത്തി. പക്ഷെ അവരെ തിരഞ്ഞിറങ്ങിയ 4 സ്ത്രീകളാണ് ഇപ്പോ വനത്തിനുള്ളിൽ പെട്ടുപോയിരിക്കുന്നത്. ഇന്നലെ രാത്രി തന്നെ വ്യാപകമായി തെരച്ചിൽ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഫോൺ സ്വിച്ച് ഓഫ് ആയതും ഈ ഘോര വനമായതിന്റെ ഒരു ഇരുട്ട്, വന്യമൃഗങ്ങളുടെ ശല്യം, കാട്ടാനക്കൂട്ടത്തെ കണ്ടു എന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സംഘമുണ്ടല്ലോ അവർ എന്തെങ്കിലും പറഞ്ഞിരുന്നു? അതായത് ഇപ്പോൾ ഈ കാട്ടാനക്കൂട്ടത്തെ കണ്ടുവെന്ന് ഈ കുടുങ്ങിയ സ്ത്രീകളിൽ ഒരാൾ ഫോൺ വിളിച്ചപ്പോൾ അറിയിച്ചിരുന്നു. ഈ ഉദ്യോഗസ്ഥർ പോയിട്ട് ഇപ്പോൾ കുറച്ചു പേർ മടങ്ങി വന്നിട്ടുണ്ടല്ലോ, അവരെന്താണ് പറയുന്നത് സാലി? അതിനെക്കുറിച്ച് എന്തെങ്കിലും നമുക്കറിയാൻ പറ്റുന്നുണ്ടോ? അവരും കാട്ടാനക്കൂട്ടത്തിന്റെ സാന്നിധ്യമുണ്ട് എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് അവരും തിരികെ വന്നത് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ ഇവരെവിടെയാണ് എന്ന് ലൊക്കേറ്റ് ചെയ്യാൻ കഴിയാത്തത് തന്നെയാണ് അവരൊരു പ്രതിസന്ധി. എവിടെയാണെന്ന് കണ്ടെത്തിയാൽ മാത്രമേ ഇവർക്ക് അടുക്കിലേക്ക് എത്താൻ കഴിയൂ എന്നുള്ളതാണ് സാഹചര്യം. ഏതായാലും ഇവർ സുരക്ഷിതമായി എവിടെയെങ്കിലും ഇരിക്കുന്നുണ്ടാവും, ഏതെങ്കിലും പാറക്കൂട്ടത്തിലോ. അവിടെ വലിയ മരങ്ങളുണ്ട്, മരങ്ങൾക്കൊക്കെ പൊത്തുകളുണ്ട്. ആ പൊത്തുകൾക്കുള്ളിലൊക്കെ അവർ ഇരിക്കുന്നുണ്ടാവും എന്ന് തന്നെയാണ് ഇവരുടെ ഈ തെരച്ചിലിന് പോയവരുടെ ഒക്കെ പ്രതീക്ഷ. കാരണം അപ്പൊ ഇന്ന് വെളിച്ചം കണ്ടു കഴിഞ്ഞ് പുറത്തേക്ക് വന്ന് അവർ എവിടെയെങ്കിലും വെച്ച് അവരെ കണ്ടെത്താനാകും എന്ന് തന്നെയാണ്. ഇവർ 3 പേരും ഒരുമിച്ച് ഇപ്പോഴും ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇന്നലെ വൈകിട്ട് ഫോൺ സ്വിച്ച് ഓഫ് ആകുമ്പോൾ വരെ അവർ അത്തരം വിവരങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അവർ പറഞ്ഞ ഒരു ആശങ്ക, ഞങ്ങൾ കാട്ടാനക്കൂട്ടത്തെ കണ്ടിരുന്നു, അതുകൊണ്ട് ഒരു പാറക്കെട്ടിൽ ഞങ്ങൾ കയറിയിരിക്കുകയാണ്, ഇത് കുറച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഇറങ്ങി വരാൻ ശ്രമിക്കാം, പക്ഷെ ഫോൺ ബാറ്ററി തീരാറായി, ഫോൺ സ്വിച്ച് ഓഫ് ആയി പോകുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് ഒരു പേടിയുണ്ട്, ഭയമുണ്ട്, ഞങ്ങൾ ഇങ്ങനെ വിശ്രമിക്കുകയാണ് എന്ന വിവരങ്ങൾ ബന്ധുക്കളോട് പറഞ്ഞിരുന്നു. ഇത് കോതമംഗലത്ത് നിന്ന് ഒരുപാട് അകലെയുള്ള പ്രദേശമാണോ കുട്ടമ്പുഴ? കോതമംഗലത്ത് നിന്ന് ഒരു 10-15 കിലോമീറ്റർ അകലെ വനമേഖലയ്ക്കകത്താണിത്. തട്ടേക്കാട് കടത്ത് കഴിഞ്ഞ് കുട്ടമ്പുഴ വനമേഖലയിലേക്ക് പോകുമ്പോൾ തട്ടേക്കാടും കുട്ടമ്പുഴയൊക്കെ കഴിഞ്ഞ് വനമേഖലയോട് ചേർന്നുള്ള അട്ടിക്കള്ളം എന്ന് പറയുന്ന ഒരു പ്രദേശമാണ് ഈ ജനവാസ മേഖല. അവിടെ നിന്ന് വനത്തിലേക്കാണ് എൻട്രൻസ്. വനത്തിനുള്ളിലേക്ക് ഇവർ നടന്നു പോകാനുണ്ടായത്. അപ്പൊ വനത്തിനുള്ളിൽ ഇവർ പെട്ടു എന്ന് തന്നെയാണ് വ്യക്തമാവുന്നത്. അതിൽ സംശയമൊന്നുമില്ല. അവർ പശുവിനെ തപ്പിപ്പോയതാണ്. മറ്റെന്തെങ്കിലും ഒരു ദുരൂഹത ഇതിൽ ഇപ്പോൾ കണ്ടെത്താൻ കഴിയുന്നില്ല. വഴിതെറ്റി ആനക്കൂട്ടത്തിനിടയിൽ പെട്ടു
എന്ന് തന്നെയാണ് ഇപ്പോഴും കരുതുന്നത്. അപ്പൊ ആനക്കൂട്ടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പാറക്കെട്ടിൽ കയറിയിരുന്നു. അപ്പോ അവിടെ നിന്ന് പിന്നീട് വരാൻ കഴിഞ്ഞില്ല. ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയത് കൊണ്ട് പുറത്തുള്ളവരെ ബന്ധപ്പെടാനും കഴിഞ്ഞില്ല. അതിൽ മായയുടെ ഫോണിൽ നിന്ന് ഭർത്താവിനെ വിളിച്ചത്. അപ്പൊ മായ പറഞ്ഞത് ഫോൺ ഇപ്പൊ സ്വിച്ച് ഓഫ് ആയി പോകും, ഞങ്ങൾ സേഫാണ്, ഞങ്ങൾ പാർക്കെട്ടിനുള്ളിൽ ഇരിപ്പുണ്ട്, പക്ഷെ പുറത്തേക്ക് വരാനുള്ള വഴി ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്നാണ് അവർ നൽകിയ വിവരം. അപ്പൊ കൃത്യമാണ് കാര്യങ്ങൾ. പക്ഷെ ഇന്നലെ വൈകിട്ട് തുടങ്ങിയ അന്വേഷണം രാത്രി ആയതോടുകൂടി ഇരുട്ടൊരു പ്രശ്നമാണ്, ആനക്കൂട്ടങ്ങൾ പ്രശ്നമാണ്, കാട്ടാനക്കൂട്ടം ഉള്ള പ്രദേശമാണത്. പലപ്പോഴും ഈ ജനവാസ മേഖലയിലേക്കും ആനകൾ ഇറങ്ങുന്ന ഒരു സ്ഥലമാണ്. അത് തന്നെയാണ് പ്രതിസന്ധി. ആ പ്രതിസന്ധി മറികടന്ന് ഇന്ന് പകൽ രാവിലെയോടുകൂടി തന്നെ ഇവരെ കണ്ടെത്താൻ കഴിയും എന്നുള്ളതാണ്. ഇപ്പൊ വെളിച്ചം വീണു തുടങ്ങി. അപ്പൊ ഇനി ഇവരിപ്പോ പുറത്തേക്ക് വരും എന്ന് തന്നെയാണ്. ഏതെങ്കിലും വേറെ പ്രത്യേക സംഘം രൂപീകരിക്കുന്നുണ്ടോ, അതോ ഇന്നലെ തെരച്ചിലിന് ഇറങ്ങിയ ഉദ്യോഗസ്ഥർ തന്നെയാണോ ഇപ്പോൾ ഇന്നും പോവുക? അല്ല, അത് വനവകുപ്പിൽ വിവിധ ഉദ്യോഗസ്ഥർ, മലയാറ്റൂർ ഡിവിഷന്റെ കീഴിലുള്ള വിവിധ ഫോറസ്റ്റ് ഓഫീസുകളിൽ നിന്നുള്ള വിവിധ ഉദ്യോഗസ്ഥർ, നാട്ടുകാർ തന്നെ പല സംഘങ്ങളായി തിരിഞ്ഞ് പ്രദേശത്തെ യുവജന സംഘടനകളും രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരും ഒക്കെ ജനപ്രതിനിധികളും ഒക്കെ സജീവമായി ആ സംഘത്തോടൊപ്പം ഉണ്ട്. പോലീസും ഒപ്പം ഫയർഫോഴ്സും ഉണ്ട്. അപ്പൊ ആളിന്റെ കുറവല്ല പ്രശ്നം. പ്രതിസന്ധി ഇരുട്ടാണ് പ്രധാനപ്പെട്ട പ്രശ്നം. കാരണം അതിനകത്തേക്ക് വെളിച്ചം എന്തായാലും അത്രേ വെളിച്ചം എത്തൂ. പിന്നെ ആനകളുടെ ശല്യം, കാട്ടാനക്കൂട്ടത്തിനിടയിലൂടെ തിരച്ചിൽ നടത്തുക അത്ര പ്രായോഗികമല്ല എന്നുള്ളൊരു പ്രശ്നം. മാത്രമല്ല അവര് സേഫ് ആയിരിക്കും എന്നൊരു പ്രതീക്ഷ കൂടിയുണ്ട്. അപ്പൊ അവര് രാവിലെ പുറത്തെത്തിക്കുക എന്നുള്ളത് മാത്രമാണ് ഇനിയുള്ള നടപടിക്രമം. അത് രാവിലെ തന്നെ സാധിക്കുമെന്നാണ് പ്രതീക്ഷ. ഏതായാലും വെളിച്ചം വീണ സാഹചര്യത്തിൽ അവർ പുറത്തേക്ക് വരും എന്ന് തന്നെ കരുതുന്നു. പക്ഷെ അവർക്ക് വഴിതെറ്റിപ്പോയതാണ് പ്രശ്നം. അവർ വനത്തിനുള്ളിലേക്ക് പോയി വനത്തിൽ നിന്ന് ജനവാസ മേഖലയിലേക്ക് തിരിച്ചു വരുന്നതിനുള്ള വഴിയാണ് പ്രശ്നം. അതിനകത്ത് വഴിതെറ്റിപ്പോയി വീണ്ടും ഉൾവനത്തിലേക്കാ സഞ്ചരിക്കുന്നതെങ്കിൽ വീണ്ടും ഉൾവനത്തിലേക്ക് പോകും. പക്ഷെ ദിശ തെറ്റിപ്പോയാൽ, ജനവാസ മേഖലയിലേക്കാണോ ഉൾവനത്തിലേക്കുള്ള വഴി മാറിപ്പോയാൽ അതാണ് പ്രതിസന്ധി. അതുകൊണ്ട് അവര് സേഫായിട്ട് ഇരിക്കുകയാണ്. അവർക്ക് വനമേഖലയെ കുറിച്ച് അറിയാം. കൂടുതൽ നടന്നാൽ കൂടുതൽ ഉൾവനത്തിലേക്ക് പോകുന്ന അറിയാം എന്നുള്ളത് കൊണ്ട് തന്നെ അവർ റെസ്ക്യൂ ഉണ്ടാകും എന്ന പ്രതീക്ഷയിൽ അവർ ഇരിക്കും എന്നാണ് കരുതുന്നത്. കാരണം അവർ പാറക്കെട്ടിൽ ഇരുന്നാൽ മതി. അവർ ഇരിക്കുന്നിടത്ത് ഇരുന്നാൽ അവരിലേക്ക് എത്താൻ കഴിയും. പക്ഷെ അവർ വീണ്ടും നടന്ന് ഉൾവനത്തിലേക്ക് കടന്നു പോകുന്നെങ്കിൽ അത് അപകടകരവുമാണ്, കണ്ടെത്താനുള്ള സാഹചര്യം വൈകുകയും ചെയ്യും. അതാണ് പ്രതിസന്ധി.